2005 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായ കൊച്ചി രാജാവിൻ്റെ താരങ്ങളുടെ 2005 ഇപ്പോഴത്തെയും പ്രായമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് മീശ മാധവൻ, CID മൂസ, 2020 എന്ന സിനിമകൾ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു കൊച്ചി രാജാവിൻ്റെയും ഇതേപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യണമെന്ന്. അതിൽ പ്രകാരമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ഈ സിനിമ 4K വീണ്ടും റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് ഇത് തിയേറ്ററിൽ പോയി കാണുമെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ചനാണ്. ഒരു റിപ്പോർട്ടറായിട്ടാണ് കുഞ്ചൻ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 50 ആയിരുന്നു, ഇപ്പോൾ പ്രായം 70 ആണ്. അടുത്തത് TP മാധവനാണ്. പ്രിൻസിപ്പളായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 68 ആയിരുന്നു. 2024 അദ്ദേഹം 89 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് വയ്യാപുരിയാണ്. വയ്യാപുരി ഈ സിനിമയിൽ വയ്യാപുരി എന്നൊരു ക്യാരക്ടറായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 37 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 57 ആണ്. അടുത്തത് എബ്രഹാം കോശിയാണ്. എബ്രഹാം കോശി ഈ സിനിമയിൽ മീനാക്ഷിയുടെ അങ്കിളായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 47 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 67 ആണ്. അടുത്തത് ദീപിക മോഹനാണ്. ഈ സിനിമയിൽ ജ്യോതിയുടെ അമ്മയായിട്ടായിരുന്നു ദീപിക മോഹൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 45 ആയിരുന്നു. ഇപ്പോൾ പ്രായം 65 ആണ്. ഈ സിനിമ നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടത് TV-യിലാണോ OTT-യിലാണെന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തത് കലാഭവൻ ഷാജോൺ ആണ്. കലാഭവൻ ഷാജോൺ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ പ്രായം 33 ആയിരുന്നു. ഇപ്പോൾ പ്രായം 53 ആണ്. അടുത്തത് കലാഭവൻ ഹനീഫാണ്. ഈ സിനിമയിൽ അയ്യപ്പൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 45 ആയിരുന്നു. 2023 അദ്ദേഹം 64 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ ഈ സിനിമയിൽ ജ്യോതി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ജ്യോതിയുടെ അപ്പോഴത്തെ പ്രായം 20 ആയിരുന്നു. ഇപ്പോഴത്തെ പ്രായം 40 ആണ് ഇന്ദുലേഖയ്ക്ക്. അടുത്തത് കവിത നായരാണ്. കവിത നായർ മീനാക്ഷിയുടെ ഫ്രണ്ടായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കവിതയുടെ പ്രായം 18 ആയിരുന്നു. ഇപ്പോൾ കവിതയുടെ പ്രായം 38 ആണ്. അടുത്തത് പൊന്നമ്മ ബാബു ആണ്. പൊന്നമ്മ ബാബു ഈ സിനിമയിൽ കുഞ്ഞാനമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പൊന്നമ്മ ബാബുവിൻ്റെ പ്രായം 42 ആയിരുന്നു. ഇപ്പോൾ പ്രായം 62 ആണ്. അടുത്തത് അംബിക മോഹനാണ്. അംബിക മോഹൻ ഈ സിനിമയിൽ ഭവാനി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അംബികയുടെ പ്രായം 39 ആയിരുന്നു. ഇപ്പോൾ അംബികയുടെ പ്രായം 59 ആണ്. അടുത്തത് നന്ദു പൊതുവാളാണ്. നന്ദു പൊതുവാൾ ഈ സിനിമയിൽ വേലായുധൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നന്ദുവിൻ്റെ പ്രായം 40 ആയിരുന്നു. ഇപ്പോൾ പ്രായം 60 ആണ്. അടുത്തത് ഗീതാ സലാമാണ്. ഗീതാ സലാം ഈ സിനിമയിൽ ഹംസ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഗീതാ സലാമിൻ്റെ പ്രായം 53 ആയിരുന്നു. 2018 66 വയസ്സിൽ ഗീതാ സലാം അന്തരിച്ചു. അടുത്തത് വെണ്ണിര ആദി മൂർത്തിയാണ്. ഈ സിനിമയിൽ PR ആനന്ദമൂർത്തി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 69 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 89 വയസ്സാണ് ഉള്ളത്. അടുത്തത് താര ബാലകൃഷ്ണനാണ്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ താരയുടെ പ്രായം 2005 33 വയസ്സായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 53 വയസ്സാണുള്ളത്. രാധിക എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അടുത്തത് ഇന്ദ്രൻസ് ആണ്. ഈ സിനിമയിൽ മോണ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ പ്രായം 49 ആയിരുന്നു. ഇപ്പോൾ പ്രായം 69 ആണ്. അടുത്തത് സുധീർ സുകുമാരനാണ്. ഈ സിനിമയിൽ മാരിമുത്തു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുധീറിൻ്റെ പ്രായം 35 ആയിരുന്നു. ഇപ്പോൾ സുധീറിന് 55 വയസ്സാണ് ഉള്ളത്. അടുത്തത് മോഹൻ ജോസ് ആണ്. ഈ സിനിമയിൽ അമ്പത്തൂർ സിംഗം എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മോഹൻ്റെ പ്രായം 50 ആയിരുന്നു. ഇപ്പോൾ മോഹന് 70 വയസ്സാണ് ഉള്ളത്.
അടുത്തത് വിജയനാണ്. പാർത്ഥസാരഥി എന്നൊരു കഥാപാത്രമായിരുന്നു വിജയൻ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിജയൻ്റെ പ്രായം 61 2007 62 വയസ്സിൽ വിജയൻ അന്തരിച്ചു. അടുത്തത് മച്ചാൻ വർഗീസ് ആണ്. മച്ചാൻ വർഗീസ് ഈ സിനിമയിൽ ഭൃത്യനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മച്ചാൻ വർഗീസിന് പ്രായം 45 2011 51 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് കവിരാജ് ആണ്. കവിരാജ് ഈ സിനിമയിൽ ലാലു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. 2005 അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 51 വയസ്സാണ് ഉള്ളത്. അടുത്തത് കലാരഞ്ജിനിയാണ്. കലാരഞ്ജിനി ഈ സിനിമയിൽ ലക്ഷ്മി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കലാരഞ്ജിനിയുടെ പ്രായം 43 ഇപ്പോൾ പ്രായം 63. അടുത്തത് ഇർഷാദ് അലി ആയിരുന്നു. ഇർഷാദ് അലി ഈ സിനിമയിൽ പ്രകാശൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇർഷാദിൻ്റെ പ്രായം 26 ഇപ്പോൾ ഇർഷാദിന് 46 വയസ്സാണ് ഉള്ളത്. അടുത്തത് സാദിഖാണ്. കരിമ്പാറയ്ക്കൽ സുധാകരൻ എന്നൊരു കഥാപാത്രമായിരുന്നു സാദിഖ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സാദിഖിൻ്റെ പ്രായം 45 ഇപ്പോൾ സാദിഖിന് 65 വയസ്സാണ് ഉള്ളത്. നിങ്ങൾ ഈ സിനിമ 2005 ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയായിരുന്നു? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്കും കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തത് സന്തോഷാണ്. സന്തോഷ് ഈ സിനിമയിൽ കരിമ്പാറയ്ക്കൽ ദിവാകരൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 30 ഇപ്പോൾ അദ്ദേഹത്തിന് 50 വയസ്സാണ് ഉള്ളത്. അടുത്തത് റിയാസ് ഖാൻ ആണ്. റിയാസ് ഖാൻ ഈ സിനിമയിൽ ശിവ പാർത്ഥസാരഥി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ റിയാസ് ഖാൻ്റെ പ്രായം 33 ഇപ്പോൾ റിയാസ് ഖാന് 53 വയസ്സാണ് ഉള്ളത്. അടുത്തത് വിജയരാഘവനാണ്. വിജയരാഘവൻ ഈ സിനിമയിൽ കരിമ്പാറയ്ക്കൽ പ്രഭാകരൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിജയരാഘവൻ്റെ പ്രായം 54 ഇപ്പോൾ വിജയരാഘവന് 74 വയസ്സാണ് ഉള്ളത്. അടുത്തത് മുരളിയാണ്. ചന്ദ്രശേഖരൻ മേനോൻ എന്നൊരു കഥാപാത്രമായിരുന്നു മുരളി ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മുരളിയുടെ പ്രായം 51 2009 55 വയസ്സിൽ മുരളി അന്തരിച്ചു. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. മഹാരാജ ശ്രീ മൂലം തിരുനാൾ ഈശ്വരവർമ്മ തമ്പുരാൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജഗതിയുടെ പ്രായം 54 ഇപ്പോൾ ജഗതിയുടെ പ്രായം 74. അടുത്തത് ഹരിശ്രീ അശോകനാണ്. കോമളൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഹരിശ്രീ അശോകൻ്റെ പ്രായം 41 ഇപ്പോൾ ഹരിശ്രീ അശോകന് 61 വയസ്സാണ് ഉള്ളത്. അടുത്തത് രംഭയാണ്. രംഭ മീനാക്ഷി പാർത്ഥസാരഥി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രംഭയുടെ പ്രായം 29 ഇപ്പോൾ രംഭയുടെ പ്രായം 49. അടുത്തത് കാവ്യ മാധവനാണ്. കാവ്യ മാധവൻ ഈ സിനിമയിൽ അശ്വതി അഥവാ അച്ചു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അശ്വതിയുടെ അതായത് കാവ്യയുടെ പ്രായം 21 ഇപ്പോൾ കാവ്യയുടെ പ്രായം 41. അടുത്തത് ദിലീപാണ്. സൂര്യനാരായണ വർമ്മ അഥവാ ഉണ്ണി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ദിലീപിൻ്റെ പ്രായം 38 ഇപ്പോൾ ദിലീപിന് 58 വയസ്സാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ പ്രായവും അവരുടെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും ഫോട്ടോകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കിട്ടാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ കൊച്ചി രാജാവ് എന്ന സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അവസാനം കണ്ട തീയതിയും കാര്യങ്ങളും അല്ലെങ്കിൽ അവസാനം കണ്ട സമയവും കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.